ലോ അക്കാദമി മാനേജ്മെന്റും വിദ്യാർത്ഥികളും നടത്തിയ ആദ്യ ചർച്ച പരാജയപ്പെട്ടു. രണ്ടാം ഘട്ട ചർച്ച തുടരുന്നു. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റാമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. അതേസമയം രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ച് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി കൂടുതൽ വർഗ ബഹുജന സംഘടനകൾ രംഗത്തെത്തുന്നു. അതേസമയം ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ച കേസിൽ ലക്ഷ്മി നായർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി സമരപ്പന്തലുകൾക്ക് മുന്നിൽ നിന്നും ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജീവൻ, രണ്ടാം ഘട്ട ചർച്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങളാകുന്നതായാണ് സൂചന? രാജിവെക്കുമോ ലക്ഷ്മി നായർ? അജിംഷാദ്, ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അകത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മാനേജ്മെന്റ് ലക്ഷ്മി നായരെ മാറ്റാം, പകരം ചുമതല വൈസ് പ്രിൻസിപ്പൽ ദാമോദരൻ പോറ്റിക്ക് നൽകാം എന്ന ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചു. അതിനോട് ഏത് തരത്തിലുള്ള പ്രതികരണമാണ് വിദ്യാർത്ഥികൾ നടത്തിയത് എന്ന് അല്പസമയത്തിനകം നമുക്ക്, ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് നൽകാൻ കഴിയും. നിലവിൽ ചർച്ച ഈ കാര്യം അംഗീകരിക്കുന്നില്ല എന്നൊരു നിർദ്ദേശം, ഈ കാര്യത്തിൽ ഒരു നിർദ്ദേശം വരുന്നുണ്ട്. എന്തായാലും എന്താണ് നടന്നത് എന്ന് അറിയാൻ അല്പസമയത്തിനകം നമുക്ക് അറിയാം. വിദ്യാർത്ഥികളോട് മൈക്ക് കൊടുക്കും. വിദ്യാർത്ഥികളുടെ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കുകയാണെന്നുള്ള രീതിയിൽ വളരെ പറ്റിച്ചുകൊണ്ട് പ്രിൻസിപ്പലിനെ താൽക്കാലികമായി മാറ്റാമെന്ന ഒരു ഉറപ്പ് മാത്രമാണ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ വിദ്യാർത്ഥി ഐക്യത്തിന്റെ തീരുമാനം രാജി എന്ന ഒരു ആവശ്യം മാത്രമാണ്. അതിൽ നിന്ന് ഒരു തരി പിന്നോട്ടില്ല. വിദ്യാർത്ഥി ഐക്യത്തിന്റെ തീരുമാനം രാജിയിൽ നിന്നും, പ്രിൻസിപ്പലിന്റെ രാജിയിൽ നിന്നും പ്രിൻസിപ്പലിനെ ഈ ക്യാമ്പസിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത്. പക്ഷേ ഈ സമരത്തെ SFI ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുകയാണ്. SFI ഇപ്പോഴും ചർച്ചയിലാണ്. വിദ്യാർത്ഥി ഐക്യം മുഴുവനായി ഈ ചർച്ചയെ ബഹിഷ്കരിച്ചുകൊണ്ട് രാജി എന്നുള്ള ആവശ്യത്തിൽ നിന്ന് രാജി എന്നുള്ള ആവശ്യം നടത്താതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥി ഐക്യത്തിന് ഐക്യമുള്ള ആവശ്യം. മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച അവർ പറയുന്നത് പ്രിൻസിപ്പലിനെ താൽക്കാലികമായി ഒഴിവാക്കാം. അത് എത്ര കാലം എന്ന് പറയുന്നില്ല, അതിലാണ് എത്ര കാലം എന്നുള്ള പറഞ്ഞില്ല. അതിലാണ് നമുക്ക് സംശയമുള്ളത്. എത്ര കാലം എന്നുള്ളത് പറഞ്ഞില്ല. പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പലിനെ ചാർജ് ഏൽപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷേ പ്രിൻസിപ്പൽ എത്ര നാളത്തേക്ക് മാറ്റുമെന്ന് പറഞ്ഞില്ല. അതിനകത്ത് വിദ്യാർത്ഥി ഐക്യത്തിന് പൂർണ്ണമായിട്ട് വിശ്വാസമില്ല. പ്രിൻസിപ്പൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. യോജിപ്പില്ല. ആകെ പ്രിൻസിപ്പലിന്റെ രാജി എന്നുള്ള ആവശ്യം അംഗീകരിക്കാത്തതുകൊണ്ട് ബാക്കി ഒരാവശ്യം അവർ കേൾക്കാൻ തയ്യാറായി. പക്ഷേ അത് ചർച്ച അലമ്പാവുകയായിരുന്നു. SFI ഇപ്പോഴും ചർച്ച ചെയ്യാമെന്നുള്ള നിലപാടിലാണ് അവർ അവിടെ ഇരിക്കുന്നത്. SFI പറഞ്ഞത് താൽക്കാലികമായി മാറ്റുന്നതിനകത്ത് അവർക്ക് യോജിപ്പുണ്ടെന്നുള്ള രീതിയിലാണ് SFIയുടെ ഇപ്പോഴത്തെ നിലപാട്. ചർച്ചയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നാളെയല്ല രാജി എന്നുള്ള ആവശ്യം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതറ്റം വരെ ചർച്ചയ്ക്ക് വരെ പോകും. സമരം തുടരും. രാജി എന്നുള്ളതാണ് ആവശ്യം. രാജി എന്നുള്ള ആവശ്യം അംഗീകരിക്കുന്നവരെ വിദ്യാർത്ഥി ഐക്യം ഒറ്റക്കെട്ടായി ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് ASFിന്റെ പ്രതിനിധിയുണ്ട്, ABVPയുടെ പ്രതിനിധിയുണ്ട്, KSUവിന്റെ പ്രതിനിധിയുണ്ട്, MSFിന്റെ പ്രതിനിധി. ഞങ്ങൾ ഒറ്റക്കെട്ടായി സമരം. മാനേജ്മെന്റ് ഒരു തരത്തിലും അനുകൂലമായ നിലപാടുമായി അല്ല മുന്നോട്ട് പോകുന്നത്. സംഘടനകളെല്ലാം തന്നെ മുഖ്യമായി മുന്നോട്ട് വെച്ച ആവശ്യം പ്രിൻസിപ്പൽ രാജിവെക്കണം എന്ന, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടണം, മാനേജ്മെന്റ് മാറ്റി നിർത്തപ്പെടണം എന്ന ആവശ്യമായിരുന്നു. എന്നാൽ താൽക്കാലികമായി മാറി നിൽക്കാൻ പ്രിൻസിപ്പൽ സന്നദ്ധത പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന നിലയിലുള്ള വെറും വിദ്യാർത്ഥി സംഘടനകളെ, വിദ്യാർത്ഥികളെ, ഇതുവരെ നടത്തിയ സമരങ്ങളെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇതിന്റെ മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ ചർച്ചയ്ക്ക് മുമ്പിൽ എല്ലായ്പ്പോഴും ഈ സ്റ്റാൻഡാണ് ഉയർത്തിപ്പിടിച്ചത്. ഈ സ്റ്റാൻഡ് അതെ ഇപ്പൊ താൽക്കാലികമായി മാറ്റിവെച്ച് വൈസ് പ്രിൻസിപ്പലിന് ചുമതല കൊടുക്കാം എന്ന നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ അത്തരം മാറ്റി നിർത്തലല്ല, ഇത്തരം കുറ്റാരോപിതരായിട്ടുള്ള വളരെ വലിയ ക്രൂരമായ വിദ്യാർത്ഥി പീഡനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ പ്രിൻസിപ്പൽ ഇവിടെ തുടരുന്നത് ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന ഉറച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിൽ സമരം തുടരാനാണ്
വിദ്യാർത്ഥി സംഘടനകളെല്ലാം കൂടി ഇവിടെ എടുത്തിട്ടുള്ള തീരുമാനം. രണ്ടാമത്തെ ചർച്ച എന്നുള്ള അഭിപ്രായം തീരുമാനം ഇതുവരെയാണ്. ഹോസ്റ്റേഴ്സ് വിദ്യാർത്ഥി ഐക്യത്തിനൊപ്പമാണ്. ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ അനുകൂലമായ നിലപാടല്ല പറഞ്ഞിട്ടുള്ളത്. സംസാരിച്ചോ. എന്താണ് ചർച്ചയിലുണ്ടായത്? ചർച്ചയിൽ പറഞ്ഞത് താൽക്കാലികമായി പ്രിൻസിപ്പലിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ആയിരിക്കുന്ന മാധവൻ പോറ്റി സാറിനെ പ്രിൻസിപ്പളാക്കി മാറ്റാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇത് എത്ര കാലാവധി എന്ന് ചോദിച്ചപ്പോൾ പോലും പറഞ്ഞത് അടുത്ത അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്തത്? ഞങ്ങൾക്ക് ഈ പ്രിൻസിപ്പലിന്റെ അനീതികളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്കാഡമിക് ഇയറിലേക്ക് മാത്രം പ്രിൻസിപ്പലിനെ മാറ്റി നിർത്താമെന്ന് പറയുന്ന മറുപടിയോട് ഞങ്ങൾ എങ്ങനെ യോജിക്കും? അതുകൊണ്ട് തന്നെ ഇവരെല്ലാ പാർട്ടികളും ഞങ്ങൾ വിദ്യാർത്ഥിനികളുടെ പ്രതിനിധികളായിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ മീറ്റിംഗിൽ ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. ഞങ്ങൾ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. കാര്യം പ്രിൻസിപ്പലിന്റെ രാജിയിൽ കുറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പ്രിൻസിപ്പലിന്റെ രാജിയിൽ കുറഞ്ഞ ഒരാവശ്യത്തിനോട് ഞങ്ങൾ യോജിക്കില്ല. പ്രിൻസിപ്പലിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിൽക്കണം. അല്ലാത്ത പക്ഷം ഗവൺമെന്റ് ഏറ്റെടുക്കും ഈ കോളേജ്. എന്തിനാണ് ഇത്ര അഹങ്കാരപൂർണ്ണമായി പെരുമാറുന്ന ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ എന്തിനാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കുമോ? ഇവരെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല, ഗവൺമെന്റ് ഏറ്റെടുക്കും. അത് തന്നെ. എനിക്ക് അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല. അതെ, ചർച്ച തുടരുകയാണ്. അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് നാളെ അറിയാൻ പറ്റുള്ളൂ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റ് ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കാൻ അവര് താല്പര്യരാണെന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഞങ്ങളുടെ ഞങ്ങൾ ആവശ്യം എന്ന് പറയുന്നത് പ്രിൻസിപ്പലിന്റെ രാജിയാണ്. അതിന് ഒരു തീരുമാനം എടുക്കാനോ അതിനോട് മറുപടി പറയാനോ പോലും എത്ര കാലാവധി എന്ന് ചോദിച്ചിട്ട് പോലും മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് മാനേജ്മെന്റ്. മിണ്ടാതെ കുറേ നേരം ഇരുന്നു. അപ്പൊ അങ്ങനെ ഒരു നിലപാട് അവരെടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല ഈ നിലപാട്. അത് പറയുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഇതൊക്കെ ശരിയാവുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. അതിൽ മാനേജ്മെന്റ് ഞങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അത് ഞങ്ങൾ ഇന്റേണലിന്റെയും ഹോസ്റ്റലിന്റെയും എല്ലാ കാര്യത്തിൽ കുറെ നിബന്ധനകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാക്കാൾ മേളിൽ ഞങ്ങൾ ഒന്നാമതായിട്ട് വെച്ച ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ രാജിവെക്കുക എന്നുള്ളതാണ്. ആ ചർച്ച പരാജയപ്പെട്ടതോടുകൂടി ഞങ്ങൾ ബാക്കി ഒന്നിനും തയ്യാറായില്ല. ഞങ്ങൾ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. അവിടെ ഇപ്പോഴും നിലവിൽ SFIയുടെ സംഘടനാ പ്രവർത്തകർ അതിനകത്തിരിപ്പുണ്ട്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച്. രാജി എന്നുള്ളതിനുപരി അതിന് താഴെ ഞങ്ങൾ ഒന്നിനും തയ്യാറല്ല. അത് ചർച്ച ചെയ്ത് രാജി എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ബാക്കി ഇന്റേണലിന്റെയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ 10-11 പോയിന്റുകൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ 11 പോയിന്റുകളിലെ ഒന്നാമത്തെ കാര്യം രാജിയാണ്. അതിൽ 2-3 കാര്യങ്ങൾ വരുന്നതാണ് ഹോസ്റ്റലിന്റെയും മൂട്ടിന്റെയും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അത് ഞങ്ങൾ ഈ പ്രിൻസിപ്പാളിന്റെ രാജിക്ക് ശേഷം ഞങ്ങളത് മാനേജ്മെന്റുമായിട്ട് സംസാരിക്കും. പക്ഷേ പ്രിൻസിപ്പാൾ രാജിവെക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് അത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. പ്രിൻസിപ്പാളിന്റെ രാജിയിൽ താഴെ ഒന്നും ഞങ്ങൾക്കില്ല. അജംഷാദ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ പറയുന്നത്. ഒരു പക്ഷേ ആദ്യഘട്ട ചർച്ച പരാജയം എന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. രണ്ടാം ഘട്ട ചർച്ച ഒരു തരത്തിൽ പുരോഗമിക്കുകയാണ്. പ്രിൻസിപ്പളിനെ മാറ്റി നിർത്താം എന്ന നിലപാടിലേക്ക് ഒടുവിൽ മാനേജ്മെന്റ് എത്തിയെങ്കിലും പോരാ, രാജിവെക്കുക എന്ന തങ്ങളുടെ ആവശ്യത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരും എന്നതിന്റെ സൂചനയാണോ ഇപ്പോൾ കേൾക്കാനാകുന്നത്, കാണാനാകുന്നത്? ജീവൻ, അജിംഷാദ്, ഒരു വിഭാഗം വിദ്യാർത്ഥികൾ, അതായത് വിദ്യാർത്ഥി ഐക്യത്തിന്റെ പ്രവർത്തകർ, ABVP, ASF, MSF, KSU, ഈ വിഭാഗം വിദ്യാർത്ഥികൾ, ABVP അടക്കമുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറത്തെത്തി ഈ കാര്യത്തിൽ പ്രിൻസിപ്പലിന്റെ രാജിയല്ലാതെ യാതൊരു തരത്തിലുള്ള പോംവഴിയും ഈ കാര്യത്തിൽ സാധ്യമല്ല എന്ന് നിസ്സംശയം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ SFI എന്താണ് ഈ കാര്യത്തിൽ പറയുക എന്നത് SFIയുടെ നേതാക്കന്മാർ പുറത്തെത്തി അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കേട്ട ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. നിലവിൽ പെൺകുട്ടികളടക്കമുള്ളവർ ഈ സമരം തുടരും എന്ന് തന്നെയാണ് നിലവിൽ പറയുന്നത്. പ്രിൻസിപ്പലിന്റെ രാജിയിൽ കുറഞ്ഞ്, അതായത് അവർ മുൻപോട്ട് വെച്ചിരിക്കുന്നതിൽ എത്ര നാളത്തേക്കാണ് ഈ പ്രിൻസിപ്പലിനെ മാറ്റുക എന്ന് കൃത്യമായി സ്പെസിഫൈ ചെയ്ത് പറയുവാൻ അവർ തയ്യാറായില്ല എന്നതാണ്
പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സമരം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തുടരും. ഇനി അറിയേണ്ടത് SFI ഈ സമരം തുടരുന്നുണ്ടോ എന്നുള്ളതാണ്. SFI നേതാക്കന്മാർ ഇപ്പോഴും അകത്ത് ചർച്ച നടത്തുകയാണ്. അവർ പുറത്ത് എത്തിയെങ്കിൽ മാത്രമേ ഈ കാര്യം അറിയാൻ കഴിയൂ. SFI ഏതെങ്കിലും തരത്തിൽ ABVPയുടെ നേതാവ് SFI ഈ സമരത്തെ ഒറ്റുകൊടുക്കുകയാണ് എന്ന് ആരോപിച്ചപ്പോൾ അത് SFI പറയേണ്ടതാണ്. SFIയുടെ തീരുമാനം SFIയുടെ വാക്കുകൾക്കായി കേൾക്കേണ്ടതുണ്ട്. ABVPക്കാർ പറയുന്നത് ആ ഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാനാകില്ല. അവർ അവരുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ജീവൻ, SFIക്കാർ വരുമ്പോൾ നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. ജീവൻ, ഒരുപക്ഷെ ഈ രീതിയിലേക്കാണ് മാനേജ്മെന്റിന്റെ സമീപനമെങ്കിൽ, ഉദാഹരണത്തിന് നേരത്തെ തന്നെ DYFI അവിടേക്ക് എത്തുകയും ശക്തമായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ വർഗ ബഹുജന സംഘടനകളൊക്കെ തന്നെ ഈ സമരത്തെ ഏറ്റെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ ഏതൊക്കെ സംവിധാനത്തിലൂടെയാണ് മാനേജ്മെന്റ് നീങ്ങുന്നത്, സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുകയും പുതിയ തരത്തിലേക്ക് കാര്യങ്ങളെ തിരിക്കാനുമുള്ള ഒരു രീതി മാനേജ്മെന്റിന്റെ ഇപ്പോഴത്തെ നിലപാടിൽ നിരീക്ഷിക്കാനാകുമോ? അങ്ങനെയാണ് എങ്കിൽ കൂടുതൽ പ്രതിസന്ധിയല്ലേ മാനേജ്മെന്റിന്റെ ഈ നിലപാട് സൃഷ്ടിക്കുക? അജിംഷാദ്, കൂടുതൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ചർച്ച പോലുമില്ല എന്ന നിലയിൽ നിന്ന് ചർച്ചയിലേക്ക് എത്തിക്കാനും അതിനുശേഷം ഒടുവിൽ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജിയോ മാറി നിൽക്കലോ ഇല്ല എന്നിടത്തുനിന്ന് മാറി നിൽക്കാമെന്നതിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ഇനി ആവശ്യം രാജിയാണ്. ഒരുപക്ഷെ ആ രാജിയിലേക്കും അധികം വൈകാതെ കാര്യങ്ങൾ എത്തിച്ചേരും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികൾക്കുണ്ട്. എന്നാൽ സമരം തുടരുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ SFI ഒഴികെയുള്ള ബാക്കിയുള്ളവർ, ഇനി SFIയുടെ നിലപാട് എന്താണ്, SFI തുടരുമോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം SFI നേതാക്കന്മാർ പുറത്തെത്തി അവരുടെ അഭിപ്രായം അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ വ്യക്തമായൊരു നിലപാടിലേക്ക് നമുക്ക് എത്താനാവൂ. അവരുടെ വരവാണ് ഇനി അറിയേണ്ടത്. അവർ ഏത് തരത്തിലുള്ള നിർദ്ദേശത്തെ ഇവർ സ്വാഗതം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സമരം തുടരുമോ, ഇത് രണ്ടും പറയേണ്ടത് ഇനി SFI ആണ്. SFIയുടെ നിലപാട് ഇനി അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഈ കാര്യത്തിൽ കൂടുതൽ ഇതുണ്ടാവുക. എന്തായാലും സമരം തുടരുകയാണെങ്കിൽ നാളെ വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളുമായും മാനേജ്മെന്റുമായും ചർച്ച നടത്തും. അത് ഉറപ്പാണ് അജിംഷാ. തീർച്ചയായും നാളെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുമെന്ന് ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ സമരവുമായി വിദ്യാർത്ഥികൾ, മാനേജ്മെന്റ് നിലപാടുകൾ അയയുന്നു എന്നതിന്റെ സൂചനയാണ് പ്രിൻസിപ്പളിനെ മാറ്റി നിർത്താം എന്നതിലേക്ക് എത്തിയത്. പക്ഷേ അതിൽ തന്നെ പല വിധത്തിലുമുള്ള ക്ലാരിറ്റി വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സമരം തുടരും എന്നതിലേക്ക് തന്നെയാണ് സൂചനകൾ എത്തുന്നത്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് സമരപ്പന്തലിന്റെ മുന്നിൽ നിന്ന് തന്നെ എത്താം. ഇടവേള. തീർച്ചയായും വിദ്യാർത്ഥികളുമായുള്ള ആദ്യഘട്ട ചർച്ച ലോ അക്കാദമി മാനേജ്മെന്റ് നടത്തിയത് പരാജയപ്പെടുകയാണ്. ലോ അക്കാദമി മാനേജ്മെന്റ് ഒരു തരത്തിൽ ചെറിയ വിട്ടുവീഴ്ചകളിലേക്ക് ആദ്യ നിലപാടിൽ നിന്ന് എത്തിയെങ്കിലും അത് പോരാ. രാജിവെക്കുന്നത് വരെ, പ്രിൻസിപ്പൽ രാജിവെക്കുന്നത് വരെ തങ്ങൾ പിന്മാറില്ല എന്ന് വിദ്യാർത്ഥികൾ ഉറച്ച നിലപാട് സ്വീകരിച്ചതോടുകൂടി പ്രിൻസിപ്പലിനെ മാറ്റി നിർത്താം എന്ന മാനേജ്മെന്റിന്റെ നിലപാടുകളുമായി ഒത്തുപോകില്ല വിദ്യാർത്ഥികൾ എന്നത് വ്യക്തമാകുന്നു. വിദ്യാർത്ഥികൾക്ക് രാജി തന്നെയാണ് പ്രിൻസിപ്പലിൻ്റെത് എന്നത് ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് സമരപ്പന്തലിൽ കൂടുതൽ സജീവമായി സമരവും ഒപ്പം സജീവമായ ചർച്ചകൾക്കും വഴിവെക്കുന്ന സാഹചര്യം ലോ അക്കാദമിക്ക് മുൻവശം സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, കൂടുതൽ സാംസ്കാരിക നായകർ അടക്കം അവിടേക്ക് എത്തുകയാണ്. വലിയ പ്രതിസന്ധിയാണ്. സ്വാശ്രയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പീഡനം സംബന്ധിച്ച് പീപ്പിൾ TV കൊളുത്തിവിട്ട വാർത്ത ഒരു പക്ഷേ വലിയ സജീവമായ ചർച്ചകളിലേക്ക് എത്തുന്നു. ലോ അക്കാദമിയുടെ മുന്നിലെ സമരം കൂടുതൽ ശക്തമാവുകയാണ്. അജിംഷാദ്, 20 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സമരത്തിന്റെ ആദ്യം മുതലുള്ള ഇതപര്യന്തമായ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല. വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വന്ന് പഠിക്കാം. കോളേജിന് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതിനുശേഷം വിദ്യാർത്ഥി സംഘർഷം രൂക്ഷമാകുകയും കോളേജ് തല്ലിത്തകർക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കോളേജിന് അവധി പ്രഖ്യാപിക്കുന്നു. അവരുടെ പ്രതീക്ഷകളെ, കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരു വലിയ കൂട്ടം സമരപന്തലിലേക്ക് എത്തുന്നു. വിദ്യാർത്ഥി ഐക്യം സമരം ആരംഭിക്കുന്നു. SFI സമരം ആരംഭിക്കുന്നു. ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറാവേണ്ടി വരുന്നു. അതിനുശേഷം മാറില്ല എന്ന നിലപാടെടുക്കുന്നു. ഒടുവിൽ മാറാമെന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇനി ആവശ്യം രാജിയുണ്ടോ ഇല്ലയോ എന്നതാണ്. ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ഇനിയും ഒരുപാട് വരാനുണ്ട്. വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് അവർ ഇതിനോടകം ഒരു വിഭാഗം വിദ്യാർത്ഥികളെ AISF,
ABVP, KSU, MSF അടക്കമുള്ളവർ സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ 1991 ആദ്യമായി ലോ അക്കാഡമിക്കെതിരെ ഒക്കെ വലിയ ആർട്ടിക്കിളുകളൊക്കെ എഴുതിയിട്ടുള്ള ജേക്കബ് ജോർജ് തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഘട്ടത്തിൽ ജേക്കബ് ജോർജിനോട് തന്നെ നമുക്ക് അഭിപ്രായം ചോദിക്കാം. എന്താ ജേക്കബ് ജോർജ്, താങ്കൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. ഈ ഘട്ടത്തിൽ മാനേജ്മെന്റ് ഒരു നിലപാട് പറയുന്നു, രാജിയില്ല, പകരം ഒരു നിശ്ചിത കാലത്തേക്ക് മാറി നിൽക്കാം. വിദ്യാർത്ഥികൾ ആ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സമരം തുടരും എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴും അവർ ഈ കാര്യത്തിലുള്ള പല കാര്യങ്ങളിലും അവർ തുടരുകയാണ്. എന്നാൽ ചില വിട്ടുവീഴ്ചകൾക്ക് മാനേജ്മെന്റ് തയ്യാറാവുകയും ചെയ്യുന്നു. എങ്ങനെ കാണാം? നമുക്ക് വിദ്യാർത്ഥികളുടെ പക്ഷത്തേക്ക് പതിയെ മാനേജ്മെന്റ് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ട്, കേരള സമൂഹം മൊത്തത്തിലുണ്ട്. മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ 91 ഇന്ത്യ ടുഡേയിൽ ഇരുന്നപ്പം ലോ അക്കാഡമിക്കെതിരെ നാരായണൻ നായർ സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയ്ക്ക് കേരള സർവകലാശാലയെ പുള്ളി കയ്യിലിട്ട് അമ്മാനമാടുകയായിരുന്നു. ഞാൻ അതേക്കുറിച്ച് എഴുതിയത്. അന്ന് അത് എഴുതിയപ്പോൾ എൻ്റെ കൂടെ മറ്റു പത്രങ്ങളോ സഹായിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയി. നാരായണൻ നായർ എൻ്റെ മാസികയെ വല്ലാതെ പിടിപ്പിച്ചു. ക്രിമിനലായിട്ടും സിവിലായിട്ടും കേസ് കൊടുത്തു. ജഡ്ജിമാർ മുഴുക്കി എൻ്റെ കയ്യിലാണ്. ജഡ്ജിമാരുടെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അവർ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒപ്പിക്കോ നിന്നെ ഞാൻ ശരിയാക്കുന്നായിരുന്നു നാരായണൻ നായർ എന്നോട് പറഞ്ഞത്, എന്നെ വിരട്ടിയത്. എൻ്റെ സ്ഥാപനത്തെ അവരൊക്കെ അരുൺ പുരി, ഞങ്ങളുടെ ശേഖർഗുപ്ത, പ്രഭു ചവള, അവരൊക്കെ അവിടെ വരുത്തും, അറസ്റ്റ് ചെയ്യിക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷെ നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്നിപ്പോൾ കേരള സമൂഹത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ലോ അക്കാഡമിയും അതിൻ്റെ മാനേജ്മെൻറ്റും തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്നു. പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നു. മാധ്യമങ്ങൾ അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അവർക്കെതിരെ നിൽക്കുന്നു. തീർച്ചയായിട്ടും എത്രയും വേഗം രാജിവെച്ച് ഒഴിഞ്ഞ് ലക്ഷ്മി നായർ ഈ സമരം അവസാനിപ്പിക്കുന്നതാണ് സൽബുദ്ധി എന്നാണ് എൻ്റെ അഭിപ്രായം. ജേക്കബ് ജോർജ്, ഇത് പറയുമ്പോൾ തന്നെ സർക്കാരിന് ഈ കാര്യത്തിൽ ഇടപെടുന്നതിൽ ചില പരിമിതികൾ നമ്മൾ കാണുന്നില്ലേ? ചില നിയമപരമായ പരിമിതികൾ. അതായത് ഇതൊരു പ്രൈവറ്റ് കോളേജിൻ്റെ സ്റ്റാറ്റസ് ഉള്ളൊരു കോളേജാണ്. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലിനോട് മാറി നിൽക്കണമെന്ന് സർക്കാർ പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അത് അനുസരിക്കാതിരിക്കാം. വേണമെങ്കിൽ ഗവേണിംഗ് കൗൺസിൽ അവരെ പുറത്താക്കുകയാണെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധുതയുണ്ട്. അതിന് നിയമപരമായ അവകാശം അവർക്കുണ്ട്. അത്തരം സാധ്യതകൾ വന്നാൽ ഒരു കോടതിയുടെ ഒരു ഇടപെടലോടുകൂടി അവർ തിരികെ വന്നാൽ ഈ വിദ്യാർത്ഥി സമരത്തിൻ്റെ ആകെ ഒരു ശോഭ കെടുന്നതിനുള്ള സമീപനം ഉണ്ടാവില്ലേ? അതിൽ നിന്ന് തന്നെ മാറി അവർ തന്നെ സ്വയം ഇത്തരത്തിൽ ഒരു മാറി നിൽക്കട്ടെ. വിദ്യാർത്ഥികളുടെ ഒരു പിന്തുണ തനിക്ക് നഷ്ടമാകുന്നു എന്നത് കണ്ടുകൊണ്ട് അവർ മാറി നിൽക്കുന്നതാണ് അഭികാമ്യം. അല്ലെങ്കിൽ സർക്കാർ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി, ഗവേണിംഗ് കൗൺസിലിൻ്റെ നിർബന്ധ ബുദ്ധിയോടുകൂടി അവരെ മാറ്റുന്നതാണോ, അല്ലെങ്കിൽ അവർ മാറി നിൽക്കുന്നതാണോ ഇതിലേറെ അഭികാമ്യമായി തോന്നുന്നത്? അല്ല, കേരളത്തിൽ വലിയ വലിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടന്നിട്ടുള്ളത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ്. ആ കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അഫിലിയേഷൻ നിയമങ്ങളനുസരിച്ച് ഒരു പ്രിൻസിപ്പലിനെ മാറ്റാനാവുന്നില്ല എങ്കിൽ ആവാൻ പറ്റില്ല, പ്രിൻസിപ്പലിനെ നീക്കം ചെയ്യാനാവില്ല, അധികാരമില്ല എന്നാണ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളുള്ളവർ എല്ലാവരും പരസ്യമായിട്ട് പറയുന്നത്. ഗവൺമെൻറ്റിനും അധികാരമില്ല. ലക്ഷ്മി നായരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അധികാരമില്ലാത്ത നിയമമാണ് ഇവിടെ ഉള്ളത് എങ്കിൽ ആ നിയമം പൊളിച്ചെഴുതാൻ ഗവൺമെൻറ് തയ്യാറാവണം. ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം അതാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് മുമ്പിലുള്ള വെല്ലുവിളി. കാരണം ഈ സമരം നീട്ടിക്കൊണ്ടുപോയാൽ അത് ഗവൺമെൻറ്റിന് പ്രശ്നമാവും, CPM-നും അത് വലിയ ബാധ്യതയാവും. തീർച്ചയായിട്ടും എത്രയും വേഗം സമരം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, ബാധ്യത അത് ഗവൺമെൻറ്റിനും കൂടിയാണ്, ഇടതുപക്ഷ നേതൃത്വത്തിനും കൂടിയാണ്. ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ രൂപത്തിൽ ആരംഭിച്ച ഈ സമരത്തെ വേണ്ട രൂപത്തിൽ ഗൗനിക്കാതെ അവഗണിക്കാം എന്നൊരു ഒരു ധാരണ പൊതുവിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണോ? മുമ്പൊക്കെ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചടുലതയോടുകൂടി ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇത് സെറ്റിൽ ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ പണ്ട് ഇവിടെ ഉള്ളതായി ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പറയുന്നു, രാഷ്ട്രീയ കക്ഷികൾ പറയുന്നു. അങ്ങനെ ഒരു ഔചിത്യപൂർണ്ണമായ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു വിമർശനം നമുക്ക് ഈ ഘട്ടത്തിൽ ഉന്നയിക്കാൻ കഴിയും. അല്ല, വിദ്യാർത്ഥി സമരമല്ലേ, കുറച്ച് ദിവസം സമരം കഴിഞ്ഞാൽ ഇറങ്ങിപ്പൊക്കോളും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾ പറയുന്ന പോലൊക്കെ കേൾക്കും എന്ന് മാനേജ്മെന്റ് വിചാരിച്ചിട്ടുണ്ടാവാം. ഗവൺമെന്റ് വരങ്ങിയിട്ടില്ല ക്രിയാത്മകമായി ഈ സമരം ഒത്തീർപ്പിലാക്കാൻ, അല്ലെങ്കിൽ മാനേജ്മെന്റിനെ പരിധിക്ക് നിർത്താൻ ഇടതുപക്ഷ സർക്കാരും കാര്യമായ ശ്രമം നടത്തിയിട്ടില്ല ഇതുവരെ. ആ ശ്രമം നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാകുകയില്ലായിരുന്നു, ഇത്രയും അധ്യയന ദിവസം കുട്ടികൾക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇത് കേരള സമൂഹം മൊത്തത്തിൽ നോക്കുന്ന രൂക്ഷമായ സമരമാണ്. ഇത്രയും സമരം ഇത്രയും ശക്തമായിട്ടും ഇതിനോട് പ്രതികരിക്കാനോ
ഇതിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചും കൊണ്ട് രാജിവെച്ചൊഴിയാനോ മാനേജ്മെൻറ്റ് തയ്യാറാകുന്നില്ല. അത്രയ്ക്ക് ധാർഷ്ട്യം പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ ശക്തി ഉണ്ടെന്ന് സംശയം പൊതുജനങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതാർക്കും ഭൂഷണമല്ല എന്നാണ് എനിക്ക് ഇപ്പോൾ ചൂണ്ടിക്കാട്ടാനുള്ളത്. അജിംഷാദ്, ഇതാണ് മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജിന്റെ പക്ഷം. സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം. മാനേജ്മെന്റ് ഈ കാര്യത്തിലുള്ള പിടിവാശി തുടരുകയാണെങ്കിൽ സർക്കാരിന്റെ അധികാരം ഉപയോഗിക്കണം. സർക്കാരിന്റെ ഉപയോഗിക്കാൻ കഴിയാത്ത വണ്ണമുള്ള അധികാരമാണെങ്കിൽ ആ നിയമം പൊളിച്ചെഴുതണം. അത് വിദ്യാർത്ഥി പക്ഷത്തേക്ക് മാറണം. അങ്ങനെ അടക്കമുള്ള വാദങ്ങൾ ഇവിടെ ഉയർന്നു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സമരം തുടരുമെന്ന് ഒരുപക്ഷം വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അറിയേണ്ടത് SFIയുടെ നിലപാടാണ്. അവർ ഇപ്പോഴും അകത്ത് ചർച്ചയിലാണ്. അവർ പുറത്തു വന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രമായിരിക്കും ഈ ചർച്ച ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ, ദിനരാത്രങ്ങളിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ക്ലിയറായ പിക്ചർ കിട്ടും. തീർച്ചയായും ജീവൻ, അത്തരം കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയും ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. VC-മാരുടെ യോഗം ഫെബ്രുവരി 2-ന് വിളിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു സ്വാശ്രയ കോളേജിലും പേടിയോടുകൂടി വിദ്യാർത്ഥിക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകില്ല. ഒരു പക്ഷേ സർക്കാർ ഉപയോഗിക്കാൻ പോകുന്ന ആ അധികാരത്തിന്റെ സൂചനകളായി ഒരു പക്ഷേ വിലയിരുത്തപ്പെടുന്നുണ്ട് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിന്റെ തുടർച്ചയായി തന്നെ. അങ്ങനെയാണെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം ജീവൻ. ലോ അക്കാദമി സമരം കൂടുതൽ കടുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. സമരപ്പന്തലിന് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുന്നുണ്ട്. വലിയ പ്രതിസന്ധിയാണ്. ഏറ്റവും ഒടുവിൽ ആദ്യഘട്ടത്തിൽ നിന്ന് 20ാമത്തെ ദിവസം എത്തുമ്പോൾ മാനേജ്മെന്റ് ആദ്യഘട്ടത്തിലെ നിലപാടിൽ നിന്നും ലേശം അയഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാകും. പ്രിൻസിപ്പളിന്റെ രാജി എന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തോട് ഒരു വിധത്തിലും സഹകരിക്കാൻ തയ്യാറല്ല എന്ന മാനേജ്മെന്റിന്റെ നിലപാടാണ് ഒടുവിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റി നിർത്താം, പകരം വൈസ് പ്രിൻസിപ്പളിന്റെ ചാർജ് കൊടുക്കാം എന്നതിലേക്ക് മാനേജ്മെന്റ് എത്തിയത്. പക്ഷേ വിദ്യാർത്ഥികൾ അപ്പോഴും ആ ആവശ്യത്തോട് സഹകരിക്കാൻ തയ്യാറല്ല. കൃത്യമായി എത്ര നാൾ മാറി നിൽക്കും എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി മാനേജ്മെന്റ് പറയുന്നില്ല. 1. 2, വിദ്യാർത്ഥികളുടെ ആവശ്യം എന്നത് ലക്ഷ്മി നായരെ മാറ്റി നിർത്തുക എന്നതിലേക്കും പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച ഇവിടെ പരാജയപ്പെടുന്നു എന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ ഇറങ്ങി വന്നത്. SFI ഇതാ ഇറങ്ങി വരാൻ പോകുന്നു. തീർച്ചയായും നമുക്ക് അവിടേക്ക് തന്നെ എത്താം. ജീവൻ, ഏതൊക്കെ വിധത്തിലാണ് വിദ്യാർത്ഥി സമരത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥി ചർച്ചയെ ഇന്ന് മാനേജ്മെന്റ് അട്ടിമറിച്ചത് എന്ന് പറയേണ്ടത്? അജിംഷാദ്, ആ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം 8-10 കൂടിയാണ് ചർച്ച ആരംഭിക്കുന്നത്. ചർച്ച വിദ്യാർത്ഥി സംഘടനകളെ എല്ലാവരും മാനേജ്മെന്റിന്റെ മുറിയിലേക്ക് പ്രവേശിച്ചു. അവരുടെ കൗൺസിൽ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗവേണിംഗ് കൗൺസിലിന് വേണ്ടി ആദ്യം മാനേജർ ഡയറക്ടർ കൂടിയായ കൊലിയക്കോട് നാരായണൻ നായർ ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചു. സമരം കഴിഞ്ഞ 20 ദിവസമായി തുടരുകയാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യത്തോട് ഗവേണിംഗ് കൗൺസിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു. 1, നിങ്ങൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പ്രിൻസിപ്പലിന്റെ രാജിയാണ്. പ്രിൻസിപ്പലിനെ മാറ്റി നിർത്താം, പകരം ചാർജ് വൈസ് പ്രിൻസിപ്പലിന് നൽകുകയും ചെയ്യാം. ഇന്റേണൽ മാർക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പറയുന്ന ചില ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളിലേക്ക് ഞങ്ങൾ എത്താം. അങ്ങനെ അടക്കമുള്ള ചില കാര്യങ്ങൾ മാനേജ്മെന്റ് തീരെ വിട്ടുവീഴ്ചയില്ല എന്നതിൽ നിന്ന് ചില വിട്ടുവീഴ്ചകളിലേക്ക് മാനേജ്മെന്റ് എത്തുന്നു. വിദ്യാർത്ഥി സംഘടനകൾ ഈ കാര്യത്തിലുള്ള തങ്ങളുടെ അഭിപ്രായം പറയുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ വെച്ച് വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച അലസിപ്പിരിയുന്നു. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ അതിനുശേഷം ചർച്ച വീണ്ടും തുടരുന്ന പശ്ചാത്തലത്തിൽ ആദ്യം ഇറങ്ങിപ്പോയ വിദ്യാർത്ഥികൾ വീണ്ടും വിദ്യാർത്ഥി സംഘടനകൾ ABVP, AESF, KSU, MSF ഈ വിദ്യാർത്ഥി സംഘടനകൾ വീണ്ടും രണ്ടാമത് ചർച്ചയ്ക്കായി കൗൺസിൽ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. വീണ്ടും ചർച്ച തുടരുകയാണ്. അവിടെ വെച്ചാണ് മാനേജ്മെന്റ് തങ്ങളുടെ നിലപാടുകൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞ വാദങ്ങൾ തന്നെ ഈ കാര്യത്തിൽ മാനേജ്മെന്റ് പറഞ്ഞു. എന്നാൽ നിയതമായി എത്ര കാലത്തേക്ക് ലക്ഷ്മി നായർ മാറി നിൽക്കും, അത് ഒരു ഉറപ്പ് ഈ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് പുറത്തെത്തിയ വിദ്യാർത്ഥി സംഘടനകളുടെ AESF-ന്റെയും ABVP-യുടെയും KSU-വിന്റെയും MSF-ന്റെയും ഒപ്പം വിദ്യാർത്ഥിനികളുടെയും പ്രതിനിധികൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ അവർ വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാർത്ഥികൾ ഇവിടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് SFIയുടെ നിലപാടാണ്. തീർച്ചയായും SFI ഈ ക്യാമ്പസിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ്. കോളേജ് യൂണിയൻ ഭരിക്കുന്നത് SFI ആണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിദ്യാർത്ഥികളുടെ പിന്തുണയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ഏത് തരത്തിലുള്ള അഭിപ്രായമാണ് ഈ കാര്യത്തിൽ ഇനി പറയുക എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. അതുകൊണ്ട് തന്നെ SFIയുടെ അഭിപ്രായത്തിനായി നമ്മൾ കാതോർത്തിരിക്കുന്നു. ഇന്ന് SFIയും ഈ സമരം തുടരുകയാണ് എന്നറിയിക്കുകയാണെങ്കിൽ അജിംഷാദ് തീർച്ചയായും സ്ഥിതി സ്ഫോടനാത്മകമാവുകയാണ്. കാരണം
ഇനി ആർക്കും പിടിച്ചാൽ കഴിയാത്ത തരത്തിലേക്ക് ഒരു വിദ്യാർത്ഥി സമരം എന്നതിൽ നിന്ന് ഒരുപക്ഷെ ഒരു വലിയ ബഹുജന രാഷ്ട്രീയ സമരമായി ഇത് മാറി പരിണമിക്കുകയാണ്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊല്ലം SM കോളേജിന് മുന്നിൽ അവിടെ ഒരു വിദ്യാർത്ഥി സംഘടന ആരംഭിച്ച സമരം അതൊരു വലിയ ബഹുജന സമരമായി പരിണമിച്ചതുപോലെ അല്ലെങ്കിൽ പിന്നീട് CPIM SNDP ഏറ്റുമുട്ടലായി പിന്നീട് പരിണമിച്ചതുപോലെയുള്ള ഒരു വലിയ സമരമായി അത് പിന്നീട് മാറി ദിവസങ്ങൾ ഏതാണ്ട് 30-40 ദിവസത്തിലേറെ നീണ്ടുനിന്ന ഒരു വലിയ സമരമായി മാറിയതിൻ്റെ മുൻ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ സമാനമായ ഒരു ചരിത്രത്തിലേക്ക് ലോ അക്കാഡമി ലോ കോളേജിൻ്റെ 50 കൊല്ലങ്ങൾ പിന്നിടുന്ന ഈ മഹത്തായ കലാലയത്തിൻ്റെ പ്രൗഢി, അതിൻ്റെ പാരമ്പര്യം, അവയെല്ലാം ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി സമരത്തിൻ്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്നു എന്ന ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കാരണം വലിയ പതിറ്റാണ്ടുകളുള്ള വലിയ പാരമ്പര്യമുള്ള പുകൾപ്പെട്ട നിരവധി ന്യായാധിപന്മാരെയും അഭിഭാഷകരെയും ഒരു വലിയ രാഷ്ട്രീയ നേതൃത്വത്തെയും കേരളീയ പൊതുസമൂഹത്തിന് സംഭാവന ചെയ്ത ഒരു കലാലയം ബഹുജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുന്നു, വിദ്യാർത്ഥികളാൽ വിചാരണ ചെയ്യപ്പെടുന്നു എന്ന തികച്ചും ദൗർഭാഗ്യകരവും എന്നാൽ അനിവാര്യവുമായ ഒരു സമര പശ്ചാത്തലത്തിലേക്ക്, ഒരു സമര ചരിത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വർത്തമാനകാല സമര അനുഭവത്തിലേക്ക് അത് വഴിമാറുന്നു. തീർച്ചയായും അത് ഒരു കാരണവശാലും തീർച്ചയായും ജീവൻ അത് തന്നെയാണ്. ഒരു പക്ഷേ കൊല്ലത്ത് SN കോളേജിൽ അടക്കം നടന്ന ഐതിഹാസികമായ വിദ്യാർത്ഥി സമരങ്ങളെ ഒക്കെ അനുസ്മരിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് ലോ അക്കാദമിയുടെ മുൻവശം മാറുന്നു എന്ന വലിയ സാഹചര്യം കൂടി സൃഷ്ടിക്കുന്നു. മാനേജ്മെന്റ് ശ്രദ്ധിക്കുക എന്ന് സാംസ്കാരിക നായകർ അടക്കം മുമ്പോട്ട് വെക്കുന്നു. വലിയ ബഹുജന സമരമാണ് ഇതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്നത് എന്നതിൻ്റെ സൂചനകളാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ജീവനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും ലോ അക്കാദമിക്ക് മുൻവശത്തേക്ക് തന്നെ നമുക്ക് പോകാം. ലോ അക്കാദമി സമരം വലിയ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമാണ് ഏറ്റവും ഒടുവിലായി കാണുന്നത്. ജീവനിലേക്ക് തന്നെ പോകുന്നു. ജീവൻ, വലിയ പ്രതിസന്ധിയാണ് ലോ അക്കാദമി മാനേജ്മെന്റ് അക്ഷരാർത്ഥത്തിൽ കേരള സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ നിരന്തരമായ ആവശ്യം സർക്കാർ ആവശ്യപ്പെടുന്നു, CPIM അടക്കമുള്ള പ്രധാന പാർട്ടികളൊക്കെ ആവശ്യപ്പെടുന്നു. ഈ സമരം എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിൽ ഒത്തുതീർപ്പാക്കാൻ. ഈ രീതികളെ ഒക്കെ അട്ടിമറിച്ച് മുമ്പോട്ട് പോകുന്ന മാനേജ്മെന്റിന്റെ ധാർഷ്ട്യം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ശരിവെക്കുന്ന ഒരു ഘട്ടം. കോടതിയാണ് അവിടെ ഒരു വലിയ തുറുപ്പ് ചീട്ടായി മാനേജ്മെന്റ് മുമ്പോട്ട് വെക്കുന്നത് എങ്കിൽ ഇന്ന് കോടതിയിൽ 2 ഘട്ടമായി അവർ ഹർജി നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു പക്ഷേ ഈ പ്രിൻസിപ്പളിനെ മാറ്റിയാൽ അതുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റിൻ്റെതായാലും സർവകലാശാലയുടേതായാലും സർക്കാരിൻ്റെയായാലും നിലപാടുകൾക്കെതിരെ കോടതി എന്ന സാധ്യതയുണ്ട്. ഇത്തരമുള്ള ഒരുപാട് അവകാശവാദങ്ങളെ ഒക്കെ അട്ടിമറിക്കാനുള്ള ജനകീയ പിൻബലം സർക്കാരിനുണ്ട്, അധികാരം സർക്കാരിനുണ്ട് എന്ന് ബോധ്യമാക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നത് മാനേജ്മെന്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളാകും വരും ദിവസങ്ങളിൽ കാണുക. മാനേജ്മെന്റ് അയയുക എന്നതിനപ്പുറത്തേക്ക്. ജീവൻ, അങ്ങനെയാണോ വിലയിരുത്തപ്പെടുന്നത്? ജേക്കബ് ജോർജ് പറഞ്ഞതടക്കം സൂചിപ്പിക്കുമ്പോൾ അജിംഷാദ്, തീർച്ചയായും ലോ അക്കാഡമി മാനേജ്മെന്റ് ഒരു ഹൈക്കോടതിയുടെ വിധി സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് മുൻകാല അനുഭവങ്ങൾ കൂടി ചില ഘട്ടങ്ങളിൽ പരിശോധിക്കേണ്ടതായി വരും. വിളപ്പിൽ ശാലയിൽ ചവർ ഫാക്ടറി തുറക്കുന്നതിന് സുപ്രീം കോടതിയുടെ വരെ അനുകൂലമായൊരു വിധി ഉണ്ടായിരുന്നു. പക്ഷെ വലിയ ജനകീയ രോഷം അവിടെ ഉണ്ടായി. സർക്കാർ പരാജയപ്പെട്ടു. നിയമവും നിയമസംഹിതയും നീതിന്യായ പീഠവും എല്ലാം ഒരുമിച്ച് നിന്നിട്ട് പോലും ജനങ്ങളുടെ വലിയ രോക്ഷത്തിന് മുന്നിൽ അവരുടെ തീരുമാനങ്ങൾ അവിടെ നടപ്പിലാക്കാൻ കഴിയാതെ പോയതിൻ്റെ മുൻ അനുഭവങ്ങൾ, അതിൻ്റെ മുൻ മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ ചില കോടതി വിധികൾ അനുകൂലമായി വന്നെങ്കിൽ പോലും ഒരുപക്ഷെ ആ രൂപത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിച്ചേരാൻ കഴിയില്ല. അത് ചില ഘട്ടങ്ങളിലെല്ലാം നമുക്ക് ചില മുൻ മാതൃകകൾ കൂടി പരിശോധിക്കേണ്ടത് വരും. കേരളത്തിൽ കർഷക തൊഴിലാളി ചരിത്രം പോലെ തന്നെ വളരെ പ്രൗഢഗംഭീരമായ ഒരു ചരിത്രവും വിദ്യാർത്ഥി സമരത്തിനുണ്ട്. കാരണം വലിയ വിദ്യാർത്ഥി സമരങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലുണ്ട്. കാരണം വിദ്യാർത്ഥി സമരങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ വൈസ് ചാൻസലർമാരായ ആളുകൾക്ക് പോലും മാറി നിൽക്കേണ്ടി വന്ന മുൻ മാതൃകകൾ, മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്ന അനുഭവങ്ങൾ, അവയെല്ലാം ഉണ്ട്. അവയുടെയൊക്കെ ഉൾക്കരുത്തിൽ നിന്നാണ് ഒരുപക്ഷെ വിദ്യാർത്ഥികൾ അവരുടെ ഒരു കോമൺ കോസിന് വേണ്ടി അവർ സമരം നടത്തുന്നത്. ഇപ്പോൾ SFIയുടെ പ്രതിനിധികൾ പുറത്തേക്കെത്തുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും SFIയുടെ ജില്ലാ
ജില്ലാ സെക്രട്ടറി, SFIയുടെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി, ഇവർ 3 പേരും പുറത്തേക്ക് എത്തുകയാണ്. SFI ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോവുക? തീർച്ചയായും നമ്മളെല്ലാം വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. SFI ഈ കാര്യത്തിൽ എന്താണ് നിലപാട് പറയുക? മാറി നിൽക്കാം, എന്നാൽ അതിന് നിയതമായൊരു രൂപമില്ല. എത്ര കാലത്തേക്ക് എങ്ങനെയുള്ള വ്യവസ്ഥകൾ ഇല്ലാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ SFI ആ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ എന്നത് തീർച്ചയായും നമുക്കറിയേണ്ടതാണ്. എന്തായാലും SFIയുടെ സംസ്ഥാന സെക്രട്ടറി വിജിൻ ഇപ്പോൾ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നു. ഈ കാര്യത്തിൽ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മറ്റു മാധ്യമങ്ങൾ കൂടി ഇവിടെ ശരിയാവുന്ന മുറയ്ക്ക് നമുക്ക് അവരുടെ അഭിപ്രായം അറിയേണ്ടതുണ്ട്. അജിം ഷാ, തീർച്ചയായും താങ്കൾ പ്രതിനിധികൾ എത്തിയിരിക്കുന്നു. ചർച്ചയ്ക്ക് ശേഷം SFIയുടെ നിലപാടിലേക്ക്. ഇവിടെ 20 ദിവസം നീണ്ടുനിന്ന സമരത്തിൽ മാനേജ്മെൻറ്റ് ആദ്യമായിട്ടാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം നീണ്ടുനിന്ന സമരം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ക്ലാസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം SFI എന്ന സംഘടനക്ക് അതിനകത്ത് ചർച്ച ചെയ്യാനുണ്ട്. കാരണം ഞങ്ങൾ ചർച്ചയ്ക്ക് പോയത് വളരെ പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി പുറത്തു വരാൻ, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരോട് കൃത്യമായി പറയുകയും മാനേജ്മെൻറ്റിന് പറയാനുള്ള വിഷയങ്ങൾ എന്താണ് അവരുടെ നിലപാട് എന്ന് അറിയുകയും വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും സമയം SFI ചർച്ചക്കായി ചെലവഴിച്ചത്. ഇവിടെ മാനേജ്മെൻറ്റ് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ, അവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഈ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ലക്ഷ്മി നായരെ, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിൽ സ്വീകരിക്കുന്ന പ്രിൻസിപ്പാളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോകണം എന്നതായിരുന്നു. ഇവിടെ മാനേജ്മെൻറ്റ് യോഗം തുടങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഗവേണിംഗ് കൗൺസിലിന് മുന്നാകെ ലക്ഷ്മി നായർ ഞാൻ മാറി നിൽക്കാം എന്ന സന്നദ്ധത അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് മാറ്റുകയും തൽസ്ഥാനത്തേക്ക് വൈസ് പ്രിൻസിപ്പളായിരുന്ന ശ്രീ മാധവൻ പോറ്റി സാറിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നാണ് ഇവിടെ ആദ്യമായി അവർ അറിയിച്ചപ്പോൾ തന്നെ വലിയ ആശങ്കകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം ഇതെത്ര കാലത്തേക്കാണ് എന്നുള്ള ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം വീണ്ടും തിരിച്ചു വന്ന് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പാൾ വരുമോ? അങ്ങനൊരു സമയം പറയുന്നതിന് വേണ്ടി, കാലം പറയുന്നതിന് വേണ്ടി ഇതിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറായില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴാണ് ചില ശബ്ദങ്ങളുണ്ടായും, ചില ആൾക്കാർ ഇറങ്ങി വരികയും ഒക്കെ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് ഇതിൽ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് പേരിൽ പീഡനം. അത് ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഇവിടുത്തെ നയങ്ങൾ കൂടി മാറണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച്. ഇവിടെ ഇൻറ്റേർണൽ മാർക്കിൻ്റെ പേരിൽ വലിയ പീഡനം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പീഡനം അവസാനിപ്പിക്കണം. ആ പീഡനം അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ മുന്നോട്ട് വെച്ച് ഇവിടെ ഒരു ഗ്രീവൻസ് സെൽ രൂപീകരിക്കണം. അതുപോലെ തന്നെ ഓരോ അധ്യാപകൻ, ഏത് അധ്യാപകനാണോ ക്ലാസ് കൈകാര്യം ആ അധ്യാപകനായിരിക്കണം ഇൻറ്റേർണൽ മാർക്ക് കൊടുക്കേണ്ടത്. അതിൽ പ്രിൻസിപ്പാളിനോ മാനേജ്മെൻറ്റിനോ ഒരു അധികാരവും ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അതിനെ അവർ അംഗീകരിക്കുന്ന നിലയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് തെറ്റിച്ചുകൊണ്ടാണ് ഓരോ മാസവും പുറത്തിറക്കുന്നതെന്ന ശക്തമായ വാദം വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആശങ്ക പങ്കുവെച്ചു. ഞങ്ങൾ പറഞ്ഞു ഓരോ മാസവും വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് പ്രസിദ്ധീകരിക്കുന്ന നിലയുണ്ടാകണം, അത് വിദ്യാർത്ഥികളെ കാണിച്ച് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ നിലയിൽ അതിനെയും അംഗീകരിക്കുന്ന നിലയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ കോളേജ് കൗൺസിലില്ല, വിദ്യാർത്ഥി പ്രാതിനിധ്യമുള്ള കോളേജ് കൗൺസിലില്ല, അത് രൂപീകരിക്കണം. PTA കമ്മിറ്റികൾ നിലവിലൂടെ പ്രവർത്തിക്കുന്നില്ല, ആ PTA കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ഹോസ്റ്റലിനകത്ത് വിരോധിയായ വിഷയങ്ങളാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത്. ക്യാമറയുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ക്യാമറ അത് റിമൂവ് ചെയ്യാം, നാളെ തന്നെ ക്യാമറ റിമൂവ് ചെയ്യും എന്ന് ഉറപ്പ് നമുക്ക് തന്നു. അതുപോലെ തന്നെ അവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഹോസ്റ്റലിനകത്ത് കമ്മിറ്റികൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന അവർക്ക് എല്ലാ തരത്തിലും അധികാരമുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ, അവരുടെ പരാതി മാനേജ്മെൻറ്റിനും ബന്ധപ്പെട്ട അധികാരികൾ എത്തിക്കാൻ അതുമായി ബന്ധപ്പെട്ട ഹോസ്റ്റൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. അതുപോലെ തന്നെ യൂണിയൻ പ്രവർത്തനം, ഇവിടെ മാർച്ച് മാസത്തിലാണ് യൂണിയൻ ഇലക്ഷൻ നടക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് ഇയർ വന്ന് ഒരു മാസത്തിനകം ഇവിടെ യൂണിയൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥിനികളുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, NSS ക്യാമ്പിൽ പെൺകുട്ടികളെ പങ്കെടുപ്പിക്കാതെ 2 വർഷമായി ശബരിമലയിൽ വെച്ച് പെൺകുട്ടികളെ മാത്രം പങ്കെടുപ്പിക്കുന്ന നിലപാടാണ് പ്രിൻസിപ്പാൾ തീരുമാനം. അതുകൊണ്ട് NSS ക്യാമ്പ് എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ കൂടി പങ്കെടുക്കാനുള്ളതാണ്. അവരുടെ വേദി കൂടിയാക്കി NSSനെ മാറ്റാൻ സാധിക്കണം. അതുപോലെ തന്നെ മൂട്ട് നടക്കുന്ന ഘട്ടങ്ങളിൽ ഇവിടെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലേക്ക് ആൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നു, അവരെ പുറത്തു കൊണ്ടുപോകുന്നു, അവരെ 2 ദിവസത്തിലേക്ക് പറഞ്ഞയക്കുക, അവർക്ക് അറ്റൻഡൻസ് കൊടുക്കാൻ സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും LHൽ നിന്ന്, ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് പെൺകുട്ടികളെ മാറ്റാൻ വേണ്ടി പാടില്ല എന്ന് ശക്തമായി നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഈ ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം പുറത്തു പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ സൗകര്യം ഇല്ലാതാക്കി ഈ പ്രിൻസിപ്പാൾ.
അതുകൊണ്ട് തന്നെ ആ സൗകര്യം ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം നിശ്ചിത സമയം പെൺകുട്ടികൾക്ക് പുറത്തുപോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരാനുള്ള സമയം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതും ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ 20 ദിവസം സമരം നടന്നു. ഇവിടെ ഇന്റേണൽ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് തുടരണം. ഈ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രയാസം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് അത് ഉറപ്പ് നൽകി ഒരു പ്രതികാര നടപടിയും ഉണ്ടാകരുത് എന്ന് ഇവിടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെച്ചിട്ട് ചർച്ച ചെയ്യാനാണെന്ന് എന്താണ് മാനേജ്മെന്റിന്റെ വാദം എന്ന് കേൾക്കാനാണ്. ഇവിടെ ഒരു ആശങ്ക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. നിലവിൽ പ്രിൻസിപ്പാളിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വെച്ച മുദ്രാവാക്യമാണ് മാറ്റാം എന്ന് നൽകുകയും അതിൻ്റെ ഒരു സമയപരിമിതിയുടെ ബുദ്ധിമുട്ടൊക്കെ അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഞങ്ങൾക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ SFI നിലവിൽ കേട്ടിരിക്കുകയാണ്. പ്രിൻസിപ്പാളിനെ മാറ്റി വൈസ് പ്രിൻസിപ്പാളിനെ മാറ്റാം, മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഞങ്ങൾ പറയുന്നതിൽ കേട്ടു. മാനേജ്മെന്റിന്റെ വാദം എന്താണ് എന്ന് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. തീർച്ചയായും SFI ഇപ്പോൾ സമരം അവസാനിപ്പിക്കാനല്ല തീരുമാനിച്ചത്. സമരം SFI തുടരും. പക്ഷേ തുടർ നടപടികൾ എങ്ങനെയായിരിക്കണമെന്ന കാര്യങ്ങൾ SFIയുടെ സംഘടനാ കമ്മിറ്റി ചേർന്നുകൊണ്ട് തീരുമാനിക്കും. നാളെ SFIയുടെ സംഘടനാ കമ്മിറ്റി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് എങ്ങനെ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെ മാനേജ്മെന്റ് വെച്ച മുദ്രാവാക്യങ്ങൾ എങ്ങനെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എങ്ങനെ കാണണമെന്ന് നാളെ SFIയുടെ സംസ്ഥാന നേതൃത്വം ഇരുന്ന് ആലോചന നടത്തിയതിനു ശേഷം അതുവരെയും ഇവിടെ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം ന്യായമായ ആവശ്യങ്ങളാണ് എന്നും അതിൽ ഞങ്ങൾക്ക് വലിയ പോരായ്മ പറ്റിയിട്ടുണ്ട് എന്നും അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നുമാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ഞങ്ങൾ അറിയിച്ചത്. ഏതായാലും ഒരു ഒത്തുതീർപ്പും ഇതിനകത്ത് നടന്നിട്ടില്ല. ഞങ്ങൾ അവർക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ കേട്ടു. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓരോന്നായി കൃത്യമായി നമ്മൾ സമയമെടുത്ത് അതിൻ്റെ മാനേജ്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്ന സമരം അവസാനിപ്പിക്കാനല്ല, ഞങ്ങൾക്ക് ഇതിൽ ആശങ്കയുണ്ട്. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളിൽ ഒരു 90% ഇവിടെ വിജയം കണ്ടിരിക്കുകയാണ്. തീർച്ചയായും നാളെയും ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് മാനേജ്മെൻറ്റ് ക്ഷണിക്കുകയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സംഘടനാ കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ട് തീർച്ചയായും അതിൽ ഞാൻ പറഞ്ഞത് എന്താണ്, ഇവിടെ സമരം അവസാനിപ്പിക്കുമെന്നല്ല SFI പറഞ്ഞു. SFI സമരം തുടരും എന്നാണ് പറഞ്ഞത്. SFI സമരം അവസാനിപ്പിക്കാൻ ഇവിടെ ധാരണയാക്കിയിട്ടല്ല ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ മാനേജ്മെന്റിന് എന്താണോ പറയാനുള്ളത് അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. അവർ പറഞ്ഞു പ്രിൻസിപ്പാളിനെ മാറ്റി പകരം വൈസ് പ്രിൻസിപ്പാളിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിലെ ആശങ്കകൾ കൃത്യമായി മാനേജ്മെന്റിനെ അറിയിച്ചു തന്നെയാണ് വന്നത്. SFIയുടെ സമരം ഇവിടെ അവസാനിച്ചിട്ടില്ല, സമരം തുടരുകയാണ്. സംഘടനാ കമ്മിറ്റി ചേർന്നതിന് ശേഷം നാളെയും ഞങ്ങൾ മാധ്യമങ്ങളെ കാണും, കാര്യങ്ങൾ പറയും. സമരം അവസാനിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഈ മുദ്രാവാക്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. മുദ്രാവാക്യമായി മുന്നോട്ട് പോകാണ്. ഇവിടെ ചർച്ചയുടെ ഭാഗമായി ഒരു കാര്യം പറഞ്ഞത്, ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. 5 വർഷത്തേക്ക് ഇപ്പോൾ അവരുടെ പരീക്ഷാ നടപടിയിൽ നിന്ന് ഡീബാർ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ മുന്നോട്ട് വെച്ചതാണ്. ആ പരീക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട് ഡീബാർ നിൽക്കുന്നിടത്തോളം കാലം ആ കാലതാമസം നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കണം, പ്രിൻസിപ്പാളെ മാറ്റി നിർത്താൻ തയ്യാറാകണമെന്ന ആവശ്യം ഉൾപ്പെടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ നിന്ന് SFI പിറകോട്ടില്ല, സമരം തന്നെ തുടരും. മാനേജ്മെന്റുമായി ഞങ്ങൾ കേൾക്കാനുള്ളതും ഞങ്ങൾക്ക് പറയാനുള്ളത് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. തീർച്ചയായും അതിനെക്കുറിച്ച് നാളെ SFIയുടെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചുകൊണ്ട് മാധ്യമങ്ങളെ നാളെ രാവിലെ തന്നെ SFIയുടെ സംസ്ഥാന നേതൃത്വം കാണും. നിലപാടുകൾ ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയില്ല. അതുകൊണ്ടാണ് സമരം തുടങ്ങുന്നത്. അല്ല, രാജി എന്ന നിലപാടിൻ്റെതല്ല, ഒരു ഘട്ടത്തിലും SFI പിന്നോട്ട് പോക്കില്ല. ഇവിടെ രാജി എന്നതല്ല, SFI പറഞ്ഞ എന്താ, പ്രിൻസിപ്പാളെ മാറ്റണം എന്ന് തന്നെയാണ്. ആ മാറ്റാൻ വേണ്ടി ആര് തയ്യാറായി? മാനേജ്മെന്റ് നിലവിൽ തയ്യാറായി. മാറ്റാം എന്ന നിലയിലേക്ക് മാനേജ്മെന്റ് തയ്യാറായി വന്നിരിക്കുകയാണ്. അവിടെ ടൈം ബൗണ്ടിന്റെ കാര്യത്തിലാണ് പ്രശ്നം. ഇത് എത്ര നാളത്തേക്ക് മാറ്റും? ഇത് ഒരാഴ്ച കഴിയുമ്പോൾ പ്രിൻസിപ്പാൾ തിരിച്ചു ഒരു ആശങ്ക ഞങ്ങൾ പങ്കുവെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായും നാളെയും 11 മണിക്കുള്ളിൽ വിദ്യാർത്ഥി സംഘടനയുമായി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിലപാടിൽ നിലവിൽ മാറ്റമില്ല. ആ നിലപാടിൽ തന്നെ ശക്തമായി SFI മുന്നോട്ട് പോകും. തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് SFI മുന്നോട്ട് പോകുന്നത്. SFI ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. SFIയുമായി ചർച്ച തുടരുമെന്നാണ്. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ആ വൈസ് പ്രിൻസിപ്പാളായി മാറ്റാമെന്നും ലക്ഷ്മി നായർ ഫാക്കൽറ്റിയായി തുടരുമെന്നാണ്. ആ തീരുമാനം SFI അംഗീകരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ അംഗീകരിച്ചിട്ടല്ല പുറത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സമരം തുടരും എന്ന കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും മാധ്യമങ്ങളോട് പറയുന്നത് ഞങ്ങൾ സമരം തുടരുമെന്ന് തന്നെയാണ്. അത് അംഗീകരിച്ചിട്ടല്ല ഞങ്ങൾ പുറത്ത് വന്നത്. പൂർണ്ണമായും കോടതിയിൽ നിന്ന് പുറത്താക്കുന്നവരെ സമരം തുടരും. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് SFI ഇവിടെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. ആ രീതിയിൽ തന്നെയാണ് SFI വരുന്നത്. മറ്റു കാര്യങ്ങൾ നാളെ സംഘടനാ കമ്മിറ്റി തീരുമാനിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ടറിയും. അതിനെക്കുറിച്ചെല്ലാം നാളെ SFI ആലോചിക്കും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും.
ഇവിടെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ നാളെ 11 മണിക്ക് മുന്നാകെ അറിയിക്കാം എന്നാണ് പറഞ്ഞത്. ഞങ്ങളെയും അവർ വിളിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നാളെ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെയും പറഞ്ഞത് ഞങ്ങൾക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ നാളെ മാനേജ്മെന്റിനെ അറിയിക്കും എന്നുള്ളതാണ്. നിലവിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFI തീരുമാനിച്ചത്. ഒരു മുദ്രാവാക്യത്തിൽ നിന്നും പിന്നോട്ട് വരുന്ന നിലപാട് SFI സ്വീകരിച്ചിട്ടില്ല. SFI പറഞ്ഞ മുദ്രാവാക്യത്തിൽ തന്നെ ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകാൻ SFI തീരുമാനിച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അജുംഷാദ്, SFI സമരം തുടരും. അത് വളരെ കൃത്യമായി തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും ഈ സമരം നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ 90% മുദ്രാവാക്യങ്ങൾക്ക് ഒരു സാധുത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് ഈ സമരത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനിയും ചില തുടർ ചർച്ചകൾ ആവശ്യമുണ്ട്. SFIയുടെ സംഘടനാ കമ്മിറ്റി ചേർന്ന് നാളെ SFIയുടെ സംസ്ഥാന നേതൃത്വം വീണ്ടും കാണും, മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ 11 മണി വരെ ചർച്ചയ്ക്ക് വീണ്ടും മാനേജ്മെന്റ് വിളിച്ചിട്ടുണ്ട്. അവിടെ വീണ്ടും SFIയുടെ നിലപാട് സംഘടനാ കമ്മിറ്റി ചേർന്നതിന് ശേഷം അറിയിക്കാമെന്നൊരു ധാരണയിലാണ് ഇപ്പോൾ SFI പിരിഞ്ഞിരിക്കുന്നത്. SFI സമരം തുടരും. SFIയും ലോ അക്കാദമിക്ക് മുന്നിലെ സമരം തുടരും. ലോ അക്കാദമി മാനേജ്മെന്റും വിദ്യാർത്ഥികളും തമ്മിൽ നടത്തിയ ചർച്ച പരാജയം എന്ന് തന്നെ, 2 ഘട്ടത്തിലായി നടത്തിയ ചർച്ചയും പരാജയം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. മാനേജ്മെന്റ് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പളിനെ മാറ്റി നിർത്താം എന്നതിലേക്ക് മാനേജ്മെന്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ സംബന്ധിച്ചും ക്ലാരിറ്റിയുടെ ആവശ്യങ്ങളുണ്ട്. എത്ര നാളത്തേക്ക്, എങ്ങനെയൊക്കെയാണ് മാറ്റി നിർത്തുക, ഏതൊക്കെ തരത്തിലാകും ഇടപെടലുകൾ പിന്നീട് മാറിയ പ്രിൻസിപ്പൾ അതായത് ലക്ഷ്മി നായർക്കുണ്ടാവുക എന്നതിൽ അടക്കമുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ മാനേജ്മെന്റിന്റെ നിലപാടിനോട് യോജിക്കാനാകില്ല. പ്രിൻസിപ്പൾ രാജിവെക്കുക, പ്രിൻസിപ്പൾ മാറി നിൽക്കുക, പ്രിൻസിപ്പളിനെ മാറ്റുക എന്ന നിലപാടിലേക്ക് തന്നെ വ്യക്തതയോടുകൂടി എത്തേണ്ടതുണ്ട് എന്ന ആവശ്യം തന്നെയാണ് സംയുക്ത വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം SFIയും സ്വീകരിച്ചത്. SFIയുടെ ഏറ്റവും ഒടുവിൽ വിജിൻ, SFI സംസ്ഥാന സെക്രട്ടറിയും ഇത് തന്നെയാണ് ചർച്ചകൾക്ക് ശേഷം വന്നെത്തി പറഞ്ഞിരിക്കുന്നത്. ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. SFI അടക്കം എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും സമരം തുടരും. മാനേജ്മെന്റിന്റെ നിലപാടുകൾ അറിയിക്കാൻ നാളെ 11 മണിക്ക് വീണ്ടും വിദ്യാർത്ഥികളെ ചർച്ചയ്ക്കായി വിളിക്കുന്നുണ്ട്. ജീവൻ കുമാർ അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധിയായി ചേരുകയാണ്. ജീവൻ, ഒരു പക്ഷേ ജീവനിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. മറ്റു വാർത്തകളിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകന് സോളാർ കമ്മീഷന്റെ താക്കീത്. ഉമ്മൻചാണ്ടിയെ മറ്റു കക്ഷികൾ വിസ്തരിക്കവേ അഭിഭാഷകൻ നിരന്തരം ഇടപെടുന്നതാണ് കമ്മീഷനെ ചൊടിപ്പിച്ചത്. അത്തരം അനാവശ്യ ഇടപെടലുകൾ അനുവദിക്കാനാകില്ലെന്ന് കമ്മീഷൻ അറിയിച്ചു. അതേസമയം സരിതയ്ക്ക് ഉമ്മൻചാണ്ടിയെ നേരിട്ട് വിസ്തരിക്കാൻ കമ്മീഷൻ അനുമതി നൽകിയില്ല. സരിതയുടെ അഭിഭാഷകൻ നാളെ ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കും. BCCIയുടെ ഇടക്കാല സമിതി ചെയർമാനായി മുൻ CAG വിനോദ് റായിയെ സുപ്രീം കോടതി നിയമിച്ചു. എഴുത്തുകാരനും ചരിത്രകാരനുമായ രാമചന്ദ്ര ഗുഹ, IDFC ബാങ്ക് MD വിക്രം ലിമായെ, വനിതാ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ ഡയാന എഡുൽജി എന്നിവരാണ് ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ. BCCIയുടെ ഇടക്കാല ഭരണസമിതിയിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ സുപ്രീം കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ചിരുന്നു. എന്നാൽ അമിക്കസ് ക്യൂറി സമർപ്പിച്ച 9 അംഗ പട്ടികയിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും BCCIയോട് കേന്ദ്ര സർക്കാരിനോടും കൂടി പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ലോധ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കാത്തതിനെ തുടർന്ന് ജനുവരി 2-നാണ് BCCI ഭരണസമിതി സുപ്രീം കോടതി പിരിച്ചുവിട്ടിരുന്നത്. ATMിലൂടെ പണം പിൻവലിക്കുന്നതിന് റിസർവ് ബാങ്ക് ഭാഗിക ഇളവ് പ്രഖ്യാപിച്ചു. കറണ്ട്, ക്രെഡിറ്റ്, ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള നിയന്ത്രണമാണ് നീക്കിയത്. സേവിങ്സ് ബാങ്ക് ഒഴികെയുള്ള അക്കൗണ്ടുകളിൽ നിന്ന് ദിവസം 10,000 രൂപയിൽ കൂടുതൽ പിൻവലിക്കാം. ആഴ്ചയിൽ പിൻവലിക്കാവുന്നത് 1 ലക്ഷം എന്നതും തുടരും. അതേസമയം സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള നിയന്ത്രണത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്നും ദിവസം 10,000 രൂപയും ആഴ്ചയിൽ 24,000 ആയി തന്നെ തുടരും.